ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡേ വിത്ത് റിവ്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ക്രിസ്മസ് ട്രീ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് മാറിയ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, കുട്ടപ്പൻ ക്രിസ്മസ് ട്രീ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അവരുടെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള റീച്ചാണ്. ഒരു 35 മില്യണോളം വ്യൂസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ എന്താവും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് ഏത് രീതിയാവുന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് നമ്മളെ കുട്ടപ്പൻ ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കാം. കാരണം ചീപ്പായിട്ട് ഈ സാധനം ഈ വീഡിയോ വൈറലായതിനു ശേഷം സത്യം പറഞ്ഞാൽ ഈ സാധനം കിട്ടാനില്ല. എത്ര അടുത്ത് തപ്പിയിട്ടെന്നറിയാമോ ഈ സാധനം ഒന്ന് ഒപ്പിച്ചെടുത്തു. ഒരുപാട് കടകളിൽ കയറി. നമ്മുടെ സിറ്റി ഏരിയയിൽ, നമ്മുടെ ട്രിവാൻഡ്രത്ത് സിറ്റി ഏരിയയിലൊന്നും ഈ സാധനം കാണാൻ പോലും ഇല്ല. എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ ഈ സാധനം ചൂടപ്പം പോലെ വിറ്റ് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊന്നും സ്റ്റോക്കില്ല, എടുത്ത സ്റ്റോക്ക് എല്ലാം തീർന്നു. നമ്മളൊരു കൂട്ടുകാരൻ്റെ കടയുണ്ട്, കഴിഞ്ഞ വട്ടം ക്രിസ്മസ്, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കഴിഞ്ഞ വട്ടം ക്രിസ്മസിന് സാധനം വാങ്ങിക്കാൻ പോയൊരു കടയുണ്ട്, നമ്മളൊരു പയ്യൻ്റെ കടയാണ്. അവിടെ ഈ സാധനമില്ല. ഇതാർക്കും വേണ്ടാതെ കിടന്ന സാധനം എല്ലാം വളരെ പെട്ടെന്ന് വിറ്റ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഒരുപാട് 30 രൂപയിലൊക്കെ ആയിരുന്നു ഇത് തുടക്കത്തിൽ. ഇപ്പോൾ 65 രൂപ, 70 രൂപ, പലരും പല കടകളിലാണ്. ഞങ്ങളിത് ഒരു കടയിൽ നിന്ന് 65 രൂപയ്ക്ക് വാങ്ങിച്ചു, ഒരു കടയിൽ നിന്ന് 70 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ പല ഭാഗങ്ങളിലും പല റേറ്റാണ്, കിട്ടേണ്ടതൊക്കെ പല പല റേറ്റുകളാണ് പറഞ്ഞത്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സാമഗ്രികളെല്ലാം ഇവിടെ നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗം വരുമെന്നൊന്നും അറിഞ്ഞൂടാ. കാരണം പശ തന്നെ പല ടൈപ്പ് വെച്ചിട്ടുണ്ട്, സെലോ ടാപ്പ്, അങ്ങനെ ഒരുപാട് സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ എങ്ങനെ പോകുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും സാധനങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ വർക്കിലോട്ട് പോവാം. കുട്ടപ്പൻ്റെ വർക്കിലോട്ട് പോവാം. റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ മെയിൻ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം വേണ്ട സാധനമാണ് ഈ കമ്പ്. ഈ കമ്പ് തന്നെ വേണമെന്ന് പറഞ്ഞോടെ. അതിൽ മുളയായിരുന്നു. അവർ വീഡിയോയിൽ ചെയ്തത് ഏതൊരു കാട്ടിൽ പോയിട്ട് ഏതൊരു മുള വെട്ടിയെടുത്തുകൊണ്ട് വളരെ ചീപ്പായിട്ടാണ് അവർ ചെയ്തത്. നമ്മുടെ ഇവിടെ കാടൊന്നും കാണാത്തതുകൊണ്ട് ഈ സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മുടെ തിരുവനന്തപുരത്ത് ചാലക്കകത്ത് പോയിട്ട് റീപ്പറിൻ്റെ, നമ്മളെ ജനലിലൊക്കെ റീപ്പർ വയ്ക്കൂലേ, ആ റീപ്പറിൻ്റെ ഒരു 6-7 അടി, ഏതാണ്ട് 7 അടിയോളം അടുപ്പിച്ചിട്ടുള്ള ഒരു 10 കമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. 10 കമ്പിനൊന്നും ആവശ്യമില്ല, എന്നാലും വാങ്ങിച്ചു. 16 രൂപയുള്ളൂ. 18 രൂപ. 18 രൂപ. അങ്ങനെ 10 കമ്പ് 180 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഒരു 6-7 എണ്ണം മതി, ഏതാണ്ട് 7 എണ്ണം മതിയെന്ന് തോന്നുന്നു. നമുക്ക് വെച്ച് നോക്കാം, അതിനനുസരിച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. അതിന് വേണ്ടി രണ്ടാമത് എടുത്തിരിക്കുന്ന സാധനം ബക്കറ്റാണ്, ഈ ഫ്രെയിമിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഈ സാധനം കുത്തി നിർത്താൻ പറ്റില്ല. ഏതെങ്കിലും ചവറി കിടക്കണം ഏതെങ്കിലും ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാം. ബക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ചെറിയ ചെറിയ വേറെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഫ്രെയിം നിങ്ങളെ ചിന്തയ്ക്കനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഓരോന്ന് ഇത് സെറ്റ് ചെയ്യണം. ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യലൊക്കെ. നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 7 കമ്പാണ്. നമ്മുടെ 7 കമ്പെന്ന് പറഞ്ഞാൽ റീപ്പറിൻ്റെ തടിയാണ്. 7 എണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബക്കറ്റിൻ്റെ കീഴിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മോൾ ഭാഗത്ത് മാത്രമായിട്ട് നമ്മളൊരു ചെറിയ നൂല് കൊണ്ട് സെറ്റ് ചെയ്ത്, അത് നൂലോ സെലോ ടാപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം വെച്ച് കെട്ടി വയ്ക്കുക, അനങ്ങാതിരിക്കും കെട്ടി വയ്ക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഈ റീപ്പർ അധികം അകന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു കോല് പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു അകൽച്ച കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളെ റീപ്പറിൻ്റെ തന്നെ ഒരു 2-3 പീസ് കമ്പുകൾ വെച്ചിട്ട് ജസ്റ്റ് തള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഒരു കർവായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടും ഇതിന്. അപ്പോൾ ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണുണ്ട്, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുക കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ചെയ്യാനുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കാറ്റുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണമോ എന്തെങ്കിലും സാധനം വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സംഭവം ചുറ്റി തുടങ്ങുമ്പോൾ മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ബാക്കിൽ ഗ്ലൂ ഗണ്ണ് ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് ചൂടാകാൻ തോന്നണം, പുതിയ സാധനമാണ്, നോക്കട്ടെ. അരെന്താ കൈ കൊണ്ടുപോടാ, എടാ കൈ കൊണ്ടുപോടാ, ചൂടായി നോക്കട്ടെ. ഇതിൻ്റെ മെക്കാനിസം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തരടേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിന് തുടക്കിയ വല്ലതും വേണോ? ഇവിടെ ഒട്ടിക്കണോ? കൈ വെച്ച് തുടച്ചെടുത്തു. പൊള്ളി എൻ്റെ കയ്യിലേ പൊള്ളണത്, ബ്ലഡി തെണ്ടി മാല പോലെ വരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ട ഇതിൻ്റെ എല്ലാ സൈഡും പശ വെച്ച് ഒട്ടിച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഇരിക്കുമോ കാറ്റത്ത് പറക്കുമോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും പശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്രെയിം ഏറെക്കുറെയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മെറ്റീരിയൽ ചുറ്റിയെടുക്കുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. നമ്മൾ കണ്ട 2 ടൈപ്പ് മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്കിൻ്റെ മോഡലിൽ അറ്റത്ത് ഒരു പച്ച ഇത് വരുന്ന ഒരു മെറ്റീരിയൽ, അതേപോലെ ബ്ലാക്കിൻ്റെ ഇതിൽ ഒരു വെള്ള ഷെയ്ഡ് വന്ന മെറ്റീരിയൽ. കാരണം ഇത് എത്രമാത്രം വേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കിട്ടിയതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച്. കാരണം രണ്ടാമത് ഈ സാധനം തപ്പിയിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. ഒരുപാടത്ത് തപ്പിയതുകൊണ്ട് വാങ്ങിച്ചപ്പോൾ അതെ കണക്കായതുകൊണ്ട് നമ്മൾ അളവും കാര്യങ്ങളൊന്നും നോക്കിയില്ല. വാങ്ങിച്ചപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങിച്ച്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പീസ് 60 രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് മേടിച്ച്. അങ്ങനെ ഒരു 8 പീസോളം ഒരു കടയിൽ നിന്ന് മേടിച്ച്. പിന്നെ അവിടെ ഡാമേജ് ആയി കിടന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതവർ നമ്മൾ ഈ തപ്പി നടക്കണ കണ്ടുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫ്രീ ആയിട്ട് 2-3 പീസ് കിട്ടി. ഇതിൽ പൊട്ടിക്കിടക്കണ കുറേ സാധനം ചെറിയ രീതിയിൽ ഇവിടുത്തെ ഈ ഒരു സാധനമൊക്കെ പോയതുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അതുകൂടാതെ ഇത് വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതും 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് മെറ്റീരിയലുണ്ട് അതിനകത്ത് കിടക്കുന്നത്. അത് വേറൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അതും ഇതേപോലെ 70 രൂപയായി. ഇത് 2 ഒരിടത്തു നിന്നാണ്. ഇത് 70-ഉം ഇത് 70-ഉം. ഇത് മാത്രം 60-ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചുറ്റി തുടങ്ങാം, എന്താണെന്നറിയാം. അപ്പോൾ ക്യാമറ ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ വർക്ക് തുടങ്ങാം. കൂടെ ഒരു തെൻഡിയും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ഒരു സൈഡിലോട്ട് വയ്ക്കാം. ഇതുന്നത് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു കമ്പി പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് കമ്പി പോലത്തെ ഒരു മെറ്റീരിയൽ. എങ്ങോട്ട് വളച്ചെടുത്തോ അങ്ങോട്ട് വളഞ്ഞിരുന്നോളൂ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചുറ്റി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. നമ്മളൊരു പകുതി വരെ ഒരു കളറും പകുതി വീണ്ടും ഒരു കളറ്, പിന്നെ ബാക്കി ഇതേ സെയിം കളർ വെച്ചിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് വരണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് ചുറ്റി വെച്ചോ ആദ്യം. അതില്ല, ഇവിടെ വേണമെങ്കിൽ ഒരു പശ ഒട്ടിക്കാം. വേണോ? പശയല്ല, ഒരു ചെറിയ റബ്ബറാ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ നിൽക്കണം. മതി വെച്ച. നീ ചുറ്റിക്കോ. ടൈറ്റ് ചെയ്ത് പോയില്ലേ താഴെ വരും. ടൈറ്റ് ചെയ്തോ? നീ ടൈറ്റ് ചെയ്തോ. നീ ചുറ്റിയും ടൈറ്റ് ചെയ്താൽ മതി. ഞാൻ ഹൈറ്റ് പൊക്കിക്കൊള്ളാം. ടൈം ലാപ്സ് പൊളിക്കുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് പണിഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഈ സാധനം തന്നെ നമ്മളെ ബക്കറ്റിനകത്തുനിന്ന് ഈ കമ്പ് വെളിയിൽ ചാടി പോകണം. അപ്പോൾ അതിന് നമ്മൾ വേറൊരു പരിപാടി ചെയ്യാൻ പോകണം. നമ്മൾ കെട്ട് കമ്പ് ഇട്ടിട്ട് ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വയ്ക്കണം. അപ്പം ആ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ നടുക്ക് കമ്പ് വെച്ച് അങ്ങോട്ട് തള്ളി വെച്ചിരിക്കുന്നുണ്ട്, ഫോഴ്സ് ചെയ്ത് പുറത്തോട്ട് തള്ളി വെച്ചിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തള്ളി വെളിയിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കെട്ട് കമ്പി വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ കമ്പി വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് തള്ളിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തള്ളി നിർത്തിയിരിക്കുന്നുണ്ട്. ഇത് ഈ ബക്കറ്റിന് ഈ ഒരു ചെറിയ തടിപ്പിൻ്റെ ഇടയിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. ഇത് തള്ളി വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ട കെട്ട് കമ്പി ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കെട്ട് കമ്പിയിൽ ഈ സാധനം നിൽക്കുന്നില്ല, ഫോഴ്സ് ചെയ്ത് തള്ളി പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ കാലിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് മാത്രമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. ഗ്ലൂ ഗണ്ണും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ചുറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ഇവിടെ നൂലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഈ സാധനം ഇളകി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യമൊക്കെ പിടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ട് ചെറിയൊരു കെട്ട് കമ്പിയും കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഫ്രെയിം വീണ്ടും സെറ്റായിരിപ്പുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ താഴെയും കൂടെ ഒട്ടിച്ചിട്ട് ഇത് ചുറ്റുന്നതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കസേര പുറത്ത് വരെ കയറേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ് ഇത് ചുറ്റിയെടുക്കാൻ. നമ്മൾ കണ്ട ഇതിൻ്റെ മേളിലെ ജസ്റ്റ് നമ്മൾ ആ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും കൊഴുപ്പുണ്ടാക്കും. അതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുറ്റി തുടങ്ങുകയാണ്. കൈ പൊള്ളണം. ഇപ്പം ടൈറ്റ് ചെയ്യണ്ട. ഞാൻ ഇവിടെ നിന്ന് നിനക്ക് ടൈറ്റ് ചെയ്ത് അങ്ങ് തരാം. ഇല്ലേ, വലിക്കല്ലേ.
പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തൊക്കെ വളരെ സിമ്പിളായിട്ട് എടുത്തു കേട്ടോ. നമ്മളിത് അവിടെ കിടന്ന് മുക്കിലിരുന്ന അത് എക്സ്പീരിയൻസ്. പിന്നെ അവർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലല്ലേ അവരുടെ എക്സ്പീരിയൻസ്. അത് പോടെ. അവര് ചുമ്മാ ഇത് ചുറ്റണം മാത്രമല്ലേ കാണിച്ചോളൂ. ആണ്, എന്നാലും ബാക്കിയുള്ള കഷ്ടപ്പാടൊന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത്. അപ്പോൾ ഇത് ഇനി മൊത്തത്തിൽ കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 50 മിനിറ്റെങ്കിലും വരും. ഇത് നമ്മൾ അപ്പം ടൈം ലാപ്സിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അയ്യോ, ഇരുന്ന് നിരങ്ങി കുറേ പരിപാടികൾ ഒപ്പിച്ച് വല്ല വിധനെ ഇത് ശരിയാക്കി എടുത്ത് ഇത്രയും റെഡിയാക്കി വെച്ച്. സത്യം പറഞ്ഞാൽ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ റെഡ് വൈൻ ഇല്ലേ, നിനക്ക് റെഡ് വൈൻ, എനിക്ക് തോന്നുന്നത് മറ്റേ ടൊമാറ്റോ കെച്ചപ്പ് കണ്ടിട്ടുണ്ട്. കെലോക്സ് അല്ലേ കമ്പനി, ടൊമാറ്റോ കെച്ചപ്പ് ചുമന്ന അതിൻ്റെ ഏറെക്കുറെ ഷേപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ബാക്കി സംഭവങ്ങൾ പൊടിപ്പും തൊങ്ങലും കൂടെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതൊരു അടിപൊളി സംഭവം ആയിരിക്കുന്നതാണ്. ലൈറ്റും കൂടെയൊക്കെ വരുമ്പോൾ അടിപൊളി ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പൊടിപ്പും തൊങ്ങലും വെക്കണ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എല്ലാം സംഭവം ഫിനിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ക്ലൈമാക്സ് ഐറ്റം അത് ചിലപ്പോൾ മിക്കവാറും രാത്രിയായിരിക്കും. ലൈറ്റ് എല്ലാം ഇട്ടതിന് ശേഷം അപ്പോഴും ഞാൻ ചിലപ്പം കണ്ടില്ലെന്ന് വരും. ഇപ്പം കാണത്തില്ല, ഞാനായിരിക്കും രാത്രി. അപ്പോൾ ഇത് മൊത്തം ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം രാത്രി ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് രാത്രി കാണാം. ഓക്കെ, ടാറ്റാ. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടപ്പൻ ക്രിസ്മസ് ട്രീ റെഡി ആയിരിക്കുകയാണ്. അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്തുള്ള LED ലൈറ്റ് അങ്ങോട്ട് ഇട്ട് നോക്കാം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിലൊന്നും ചെയ്യാൻ നോക്കിയതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ താഴെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ ലൈറ്റ് അണച്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും പൊളിക്കുക.